എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അഹമ്മദാബാദിലെ ചരിത്രപ്രസിദ്ധവും പടുകൂറ്റനുമായ നരേന്ദ്രമോദി സ്റ്റേഡിയം ഇന്നലെ സാക്ഷ്യം വഹിച്ചത് പഞ്ചാബ് കിങ്സിന്റെ വെറുമൊരു പരാജയത്തിനല്ല, മറിച്ച് ആരാധകരുടെ ഹൃദയം തകർക്കുന്ന ഒരു വലിയ ദുരന്തത്തിനാണ്. ഗുജറാത്ത് ടൈറ്റൻസിനെതിരെയുള്ള ഈ ദയനീയ തോൽവി പഞ്ചാബിന്റെ പ്ലേ ഓഫ് സമവാക്യങ്ങളെ തകിടം മറിക്കുക മാത്രമല്ല, ഓരോ ക്രിക്കറ്റ് പ്രേമിയുടെയും ഉള്ളുലയ്ക്കുകയും ചെയ്തു. തുടർച്ചയായ രണ്ടാം തോൽവിയുടെ ഭാനവും പേറി ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ കളം വിടുമ്പോൾ ആ മുഖത്തെ നിരാശയും കണ്ണുകളിലെ നനവും പഞ്ചാബിന്റെ കപ്പൽ മുങ്ങുകയാണെന്ന സത്യം വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. എന്നാൽ ഈ രാത്രി സ്മരിക്കപ്പെടുക സ്കോർ ബോർഡിലെ അക്കങ്ങളുടെ പേരിലല്ല, മറിച്ച് മത്സരം ശേഷം അരങ്ങേറിയ ചില വികാരനിർഭരമായ ചില നിമിഷങ്ങളുടെ പേരിലായിരിക്കും. മത്സരം അവസാനിച്ചയുടനെ തോൽവിയുടെ ആഘാതത്തിൽ തകർന്നിരുന്ന പഞ്ചാബ് കിങ്സ് ഉടമ പ്രീതി സിന്ധയുടെ അടുത്തേക്ക് ശ്രേയസ് അയ്യർ നേരിട്ടെത്തുകയും അവരെ ആശ്വസിപ്പിച്ചുകൊണ്ട് തന്റെ പരാജയത്തിന് പരസ്യമായി മാപ്പ് ചോദിക്കുകയും ചെയ്തു. കണ്ണീരണിഞ്ഞ പ്രീതി സിന്ധയെ സാന്ത്വനിപ്പിച്ചുകൊണ്ട് ശ്രേയസ് നടത്തിയ വെളിപ്പെടുത്തലുകൾ ക്രിക്കറ്റ് ലോകത്തെ ആകെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ്. ഈ മഹാ ബ്ലോക്ക് ബസ്റ്റർ റിപ്പോർട്ടിൽ സാമൂഹിക മാധ്യമങ്ങളിൽ കോളിളക്കം സൃഷ്ടിച്ച ആ വൈകാരിക നിമിഷങ്ങളെക്കുറിച്ചും ശ്രേയസ് അയ്യരുടെ ഓരോ സ്ഫോടനാത്മക വാക്കുകളെക്കുറിച്ചും നമുക്ക് വിശദമായി പരിശോധിക്കാം. റണ്ണൊഴുകുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലെ ഫ്ളാറ്റ് പിച്ചിൽ ഗുജറാത്ത് ടൈറ്റൻസിന്റെ മൂർച്ചയേറിയ ബൌളിംഗ് ആക്രമണത്തിനു മുന്നിൽ പഞ്ചാബ് ബാറ്റർമാർ പൂർണ്ണമായും മുട്ടുകുത്തുകയായിരുന്നു. ഒരു നായകന്റെ ഇന്നിംഗ്സ് പ്രതീക്ഷിച്ചിരുന്ന ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ 21 പന്തുകളിൽ നിന്ന് വെറും 19 റൺസ് മാത്രം നേടി ടീമിന്റെ സ്കോറിംഗ് വേഗതയ്ക്ക് കടിഞ്ഞാണിട്ടു. ആ മെല്ലെപ്പോക്കിൽ നിന്ന് പഞ്ചാബ് പിന്നീട് കര കയറിയതേയില്ല. നിശ്ചിത 20 ഓവറിൽ 9 നിർണായക വിക്കറ്റുകൾ നഷ്ടപ്പെടുത്തി വെറും 163 റൺസ് എന്ന ചെറിയ സ്കോറിൽ ഒതുങ്ങാൻ അവരെ നിർബന്ധിതരാക്കിയത് ഈ മോശം ബാറ്റിംഗ് പ്രകടനമാണ്. എന്നാൽ യഥാർത്ഥ നാടകം ആരംഭിച്ചത് മത്സരം ശേഷമാണ്. മാധ്യമങ്ങളെ കണ്ട ശ്രേയസ് അയ്യർ ടീമിനകത്തും പുറത്തും ആളിക്കത്തുന്ന തോൽവിയുടെ തീയിലേക്ക് എണ്ണയൊഴിക്കുന്ന ഔദ്യോഗിക പ്രസ്താവനകളാണ് നടത്തിയത്. ഗുജറാത്ത് ടൈറ്റൻസിന്റെ പ്രധാന പേസറായ മുഹമ്മദ് സിറാജിന്റെ തീപ്പൊരി സ്പെൽ, സ്വന്തം ടീമിലെ പരിചയസമ്പന്നനായ ബൌളർ അർഷ്ദീപ് സിംഗിന്റെ ദിശാബോധമില്ലാത്ത ബൌളിംഗ്, എതിർ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലിന്റെ ആക്രമണോത്സവമായ പ്രകടനം എന്നിവയെ ചൂണ്ടിക്കാട്ടി ശ്രേയസ് നടത്തിയ തുറന്നുപറച്ചിലുകൾ മാനേജ്മെന്റിനെ പോലും പിടിച്ചുകുലുക്കി. കടുത്ത നിരാശയും ദേഷ്യവും നിറഞ്ഞ ഇടറുന്ന ശബ്ദത്തോടെ ശ്രേയസ് പറഞ്ഞു, ഇത്രയും സമ്മർദ്ദമുള്ള ഒരു വലിയ മത്സരത്തിലെ തോൽവിക്ക് കേവലം നിർഭാഗ്യത്തെ മാത്രം നമുക്ക് പഴിചാരാനാകില്ല. പവർ പ്ലേയിലെ ആദ്യ 6 ഓവറുകളിൽ മുഹമ്മദ് സിറാജ് എറിഞ്ഞ തീപാറുന്ന പന്തുകൾക്ക് മുന്നിൽ ഞങ്ങളുടെ മുൻനിര തകർന്നടിഞ്ഞു. സിറാജിന്റെ കൃത്യതയാർന്ന ലൈനിനും ലെങ്തിനും മുന്നിൽ ഞങ്ങൾക്ക് ബാറ്റർമാർക്ക് യാതൊരു മറുപടിയുമുണ്ടായിരുന്നില്ല. ഞങ്ങൾ ചീട്ടുകൊട്ടാരം പോലെ തകർന്നു. വെറും 28 റൺസ് വഴങ്ങി 2 നിർണായക വിക്കറ്റുകളാണ് സിറാജ് പിഴുതെടുത്തത്. പോരാത്തതിന് 24 റൺസ് വിട്ടുകൊടുത്ത് 4 വലിയ വിക്കറ്റുകൾ വീഴ്ത്തിയ ജെയ്സൺ ഹോൾഡറിന്റെ മാരകമായ സ്പെൽ കൂടിയായപ്പോൾ പഞ്ചാബിന്റെ നട്ടെല്ലൊടിഞ്ഞു. ഈ 2 ബൌളർമാർക്കും മുന്നിൽ ഞങ്ങൾ നിസ്സഹായരായിരുന്നു എന്ന് ശ്രേയസ് തുറന്നു സമ്മതിച്ചു. ബാറ്റിംഗിലെ തകർച്ചയ്ക്ക് ശേഷം ലക്ഷ്യം പ്രതിരോധിക്കേണ്ടി വന്നപ്പോൾ ബൌളിംഗിലും ഫീൽഡിംഗിലും പഞ്ചാബ് പരാജയപ്പെട്ടു. ശുഭ്മാൻ ഗില്ലിന്റെയും സായി സുദർശനിന്റെയും യുവസഖ്യം പഞ്ചാബിന്റെ ദിശാബോധമില്ലാത്ത ബൌളിംഗിനെ മുതലാക്കി മൈതാനത്തിന്റെ എല്ലാ കോണുകളിലേക്കും റൺസ് അടിച്ചുകൂട്ടി സ്കോർ ബോർഡ് അതിവേഗം ചലിപ്പിച്ചു. ഇത് ബൌളർമാരെ മാനസികമായി തളർത്തി. അർഷ്ദീപ് സിംഗ് ഒടുവിൽ ഗില്ലിനെ പുറത്താക്കിയെങ്കിലും അപ്പോഴേക്കും മത്സരം പൂർണ്ണമായും കൈവിട്ടുപോയിരുന്നു. അർഷ്ദീപിനെ പോലെ അന്താരാഷ്ട്ര തലത്തിൽ പരിചയസമ്പന്നനായ ഒരു സ്റ്റാർ ബൌളർ സമ്മർദ്ദഘട്ടങ്ങളിൽ ഇത്തരത്തിൽ റൺസ് വഴങ്ങിയാൽ ഏത് സാധാരണ ടീമിനെതിരെയും നമുക്കൊരു വലിയ സ്കോർ പ്രതിരോധിക്കാൻ കഴിയില്ല. ഈ പ്രകടനം ഒരിക്കലും സ്വീകാര്യമല്ല, ശ്രേയസ് ആഞ്ഞടിച്ചു. ടീമിനുള്ളിൽ ആത്മവിശ്വാസത്തിന്റെ വലിയ കുറവുണ്ടെന്നും ഒരു യൂണിറ്റായി കഴിഞ്ഞില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി. യാതൊരു ഒഴിവുകഴിവുകളുമില്ലാതെ തന്റെ തന്ത്രപരമായ പരാജയങ്ങളുടെ പൂർണ്ണ ഉത്തരവാദിത്വം അദ്ദേഹം ഏറ്റെടുത്തുകൊണ്ട് മാനേജ്മെന്റിന് വ്യക്തമായ സൂചനയാണ് നൽകിയത്. മത്സരം ശേഷം സ്റ്റേഡിയത്തിൽ കണ്ട കാഴ്ച ഏതൊരു ക്രിക്കറ്റ് പ്രേമിയുടെയും ഹൃദയം പിളർക്കുന്നതായിരുന്നു. ഗ്യാലറിയിൽ എപ്പോഴും പുഞ്ചിരിയോടെയും ആവേശത്തോടെയും ടീമിനെ പ്രോത്സാഹിപ്പിക്കാൻ നിൽക്കാറുള്ള പ്രീതി സിന്ധ തുടർച്ചയായ ഈ ദയനീയ പരാജയവും ടീമിന്റെ ദിശാബോധമില്ലാത്ത പ്രകടനവും കണ്ട് നിയന്ത്രണം വിട്ട് സ്റ്റാൻഡ്സിൽ വെച്ച് തന്നെ പൊട്ടിക്കരഞ്ഞു. അവരുടെ മുഖത്തെ നിസ്സഹായത ആ തോൽവി എത്രത്തോളം വേദനിപ്പിക്കുന്നതാണെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു. ഉടമയുടെ കണ്ണീർ കണ്ടയുടനെ കുറ്റബോധത്തോടെ ശ്രേയസ് അയ്യർ ഒട്ടും സമയം പാഴാക്കാതെ അവരുടെ അടുത്തേക്ക് ഓടിയെത്തി.
ഏറെ വികാരനിർഭരമായ ആ നിമിഷത്തിൽ അവരെ ആശ്വസിപ്പിക്കാനായി കെട്ടിപ്പിടിച്ചുകൊണ്ട് നിറകണ്ണുകളോടെ ശ്രേയസ് പരസ്യമായി പറഞ്ഞു, മാഡം, എന്നെ ഹൃദയത്തിന്റെ ഭാഷയിൽ ക്ഷമിക്കണം. ഒരു ക്യാപ്റ്റൻ എന്ന നിലയിലും കളിക്കാരൻ എന്ന നിലയിലും ഞാൻ ഇന്ന് പൂർണ്ണമായി പരാജയപ്പെട്ടു. നിങ്ങളെ മാത്രമല്ല, ഞങ്ങളുടെ വിജയത്തിനായി പ്രാർത്ഥിക്കുന്ന ലക്ഷക്കണക്കിന് വിശ്വസ്തരായ ആരാധകരെയും ഞാൻ നിരാശപ്പെടുത്തി. ഈ മത്സരത്തിനായി ഞങ്ങൾ ഒരുപാട് വലിയ തന്ത്രങ്ങൾ മെനഞ്ഞിരുന്നു. എന്നാൽ ഗ്രൗണ്ടിലിറങ്ങിയപ്പോൾ അതിൽ 10% പോലും ഞങ്ങൾക്ക് ശരിയായി നടപ്പിലാക്കാൻ കഴിഞ്ഞില്ല. ശ്രേയസ് അയ്യരുടെ ഈ പരസ്യ മാപ്പാപേക്ഷയും പ്രീതി സിന്ധയുടെ കണ്ണീരും പഞ്ചാബ് കിങ്സ് ടീമിൽ വരാനിരിക്കുന്ന വലിയ അഴിച്ചുപണികളുടെയും വിപ്ലവകരമായ മാറ്റങ്ങളുടെയും സൂചനയാണെന്നാണ് ക്രിക്കറ്റ് വിദഗ്ധർ വിലയിരുത്തുന്നത്. ക്രിക്കറ്റിന്റെ ഓരോ തുടിപ്പും നെഞ്ചിലേറ്റുന്ന വിശ്വസ്തരായ പ്രിയ ആരാധകരെ, പഞ്ചാബ് കിങ്സിന്റെ ഈ നാണംകെട്ട തോൽവിക്ക് ശേഷം നായകൻ ശ്രേയസ് അയ്യർ പ്രീതി സിന്ധയോട് പരസ്യമായി മാപ്പു ചോദിച്ചതിനെയും സിരാജിന്റെ ബൌളിംഗിനെക്കുറിച്ചും അർഷ്ദീപിന്റെ മോശം പ്രകടനത്തെക്കുറിച്ചും നടത്തിയ ഈ സ്ഫോടനാത്മക പ്രസ്താവനകളെയും നിങ്ങൾ എങ്ങനെ നോക്കിക്കാണുന്നു? പ്രീതി സിന്ധയും പഞ്ചാബ് കിങ്സ് മാനേജ്മെന്റും ശ്രേയസ് അയ്യരുടെ ക്യാപ്റ്റൻസിയെക്കുറിച്ചും തന്ത്രങ്ങളെക്കുറിച്ചും അതീവ ഗൗരവത്തോടെ പുനർവിചിന്തനം ചെയ്യേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന് നിങ്ങളുടെ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് തോന്നുന്നുണ്ടോ? സമ്മർദ്ദഘട്ടങ്ങളിൽ തുടർച്ചയായി റൺസ് വഴങ്ങുന്ന അർഷ്ദീപ് സിംഗിനെ പോലെയുള്ള ഒരു സ്റ്റാർ ബൌളർക്ക് ശക്തമായൊരു സന്ദേശം നൽകാൻ അടുത്ത മത്സരത്തിലെ പ്ലേയിംഗ് 11-ൽ നിന്നും അദ്ദേഹത്തെ പുറത്താക്കണമോ? നിങ്ങളുടെ വിലപ്പെട്ടതും നിഷ്പക്ഷവും നിർഭയവുമായ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ ഞങ്ങളുമായി പങ്കുവയ്ക്കുക. കാരണം ഇത് വെറുമൊരു പരാജയമല്ല, പഞ്ചാബിന്റെ അസ്തിത്വമാണ്. ഈ വലിയ ആഘാതത്തിൽ നിന്നും, ആന്തരിക പ്രശ്നങ്ങളിൽ നിന്നും, തോൽവികളിൽ നിന്നും കരകയറി പഞ്ചാബ് പ്ലേ ഓഫിലേക്ക് തിരിച്ചുവരുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? പഞ്ചാബിനെ വീണ്ടും കെട്ടിപ്പിടാനുള്ള നിങ്ങളുടെ നിർദ്ദേശങ്ങൾ റീബിൽഡ് PB എന്ന് ടൈപ്പ് ചെയ്ത് ഞങ്ങളെ അറിയിക്കുക. നിങ്ങളുടെ ശബ്ദം മാനേജ്മെന്റിന്റെ കാതുകളിലെത്തട്ടെ. 2026-ലെ ഇതുപോലുള്ള സവിശേഷവും രോമാഞ്ചം കൊള്ളിക്കുന്ന എക്സ്ക്ലൂസീവ് വാർത്തകൾ ഏറ്റവും ആദ്യം അറിയാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ആ ബെൽ ഐക്കൺ അമർത്താനും മറക്കരുത്.